അതിന്റെ മുകളിൽ ഈ സൈഡിലായിട്ടാണല്ലേ? ഇതിന്റെ മുകളിൽ ഇവിടെ ആയിട്ടായിരുന്നു. ഇതിന്റെ ഇൻഡിക്കേറ്ററിലും ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിൽ ബെറ്റർ മൈലേജ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൈ കൊടുക്കുന്നതിനനുസരിച്ച് ഇവിടെ എക്കോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. ഓൾറെഡി നല്ല മൈലേജ് ഉള്ള വണ്ടിയല്ലേ? അത്യാവശ്യം നല്ല മൈലേജ് ഉള്ള വണ്ടിയാണ്. നമ്മൾ ഇന്ന് തൊടുപുഴയിലുള്ള ഹീറോയുടെ പലാൽ മോട്ടോഴ്സിലാണ് വന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് പുതിയ സ്പ്ലെൻഡർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പുതിയ സ്പ്ലെൻഡറിൻ്റെ വിശേഷങ്ങൾ നമുക്ക് കാണാം. പഴയ സ്പ്ലെൻഡറുമായിട്ട് എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ടെന്നുള്ളത്, നമുക്ക് പുതിയ സ്പ്ലെൻഡറിലുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഇവിടെ ചോദിച്ച് മനസ്സിലാക്കാം. മിർസവയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് അനസ്. ഇതാണ് ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള സ്പ്ലെൻഡർ. ഇതാണ് അതിന് തൊട്ട് മുമ്പുള്ള സ്പ്ലെൻഡറും. അപ്പോൾ ഇത് രണ്ടിലുള്ള വ്യത്യാസമാണ് നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. ചെറിയ ചില മാറ്റങ്ങളോടെ യുവാക്കളെ ആകർഷിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഇതിൻ്റെ മാറ്റങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ഡിസൈനിങ്ങിലാണ് മെയിനായിട്ടുള്ളൊരു മാറ്റം നമുക്ക് തോന്നുന്നത്. ഇതിൻ്റെ ഡിസൈനിങ്ങിലാണ് മെയിനായിട്ടൊരു മാറ്റം. പിന്നെ ചെറിയ രീതിയിലുള്ള സീറ്റിനൊക്കെ ഹൈറ്റും കൂടുതൽ വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് എക്സിക്യൂട്ടീവിനോട് ചോദിച്ച് മനസ്സിലാക്കാം. നമുക്കിവിടുത്തെ എക്സിക്യൂട്ടീവിനെ വിളിക്കാം. എക്സിക്യൂട്ടീവ് ഷാലു ഇവിടെ നിൽപ്പുണ്ട്. ഷാലുവിനെ നമുക്ക് വിളിക്കാം. ഷാലു, അപ്പോൾ നമുക്ക് പഴയ സ്പ്ലെൻഡർ അല്ലെ, പഴയെന്ന് പറഞ്ഞാൽ തൊട്ട് മുമ്പത്തെ സ്പ്ലെൻഡർ, അത് കഴിഞ്ഞിട്ട് ഏറ്റവും പുതുതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള ഈ സ്പ്ലെൻഡർ ആണ്. എന്തൊക്കെ വ്യത്യാസങ്ങളാണ് ഈ സ്പ്ലെൻഡറിനകത്തുള്ളത്? മെയിനിൽ നമുക്ക് ലുക്കിൽ തന്നെ ഫ്രണ്ടിൽ നിന്ന് ലുക്ക് വൈസ് തന്നെ നമുക്ക് ചെറിയ ഡിഫറൻസ് വന്നിട്ടുണ്ട്. ചെറുതല്ല, അത്യാവശ്യം നല്ലൊരു ഡിഫറൻസ് തന്നെ വന്നിട്ടുണ്ട്. അതിന്റെ ഗ്രാഫിക്സിൽ ഒരു വ്യത്യാസം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ഹെഡ് ലാമ്പ് സെക്ഷനിലോട്ട് ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. കാരണം പഴയ സ്പ്ലെൻഡറിന്റെ, സ്പ്ലെൻഡർ എസ്റ്റക് എന്ന് പറഞ്ഞ ഈ മോഡലിന്റെ ഇവിടെ ഒരു LED സ്ട്രിപ്പും പിന്നെ ഇത് ഹാലോജൻ ബൾബും ആണ് പറഞ്ഞത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇത് റെക്ടാംഗിൾ ഷേപ്പിലുള്ള ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങളാണ് ഇതിൽ വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് പുതിയ എസ്റ്റക് 2.0 എന്ന് പറഞ്ഞ മോഡലാണ് ഇത്. ഇതിൽ വരുമ്പോഴത്തേക്കും നമുക്ക് LED ഹെഡ് ലാമ്പ് ആണ് വരുന്നത്. അതുപോലെ തന്നെ DRLS ആണ് വരുന്നത്. അതിന്റെ മുകളിൽ സൈഡിലായിട്ടാണല്ലേ? ഇതിന്റെ മുകളിൽ ഇവിടെ ആയിട്ടായിരുന്നു വരുന്നത്. ഇതിൽ നമുക്ക് ഇവിടെ ആയിട്ടാണ് DRLS വന്നേക്കുന്നത്. അതായത് കൂടുതലും യൂത്ത് ഏറ്റവും കൂടുതൽ വണ്ടി സ്പ്ലെൻഡർ കാര്യങ്ങൾ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ മാറ്റുന്ന കാര്യങ്ങളാണ്. ഒന്ന് LED ഹെഡ് ലാമ്പ് ആക്കുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ DRLS മാറ്റുന്നുണ്ട്. അപ്പൊ അവര് മെയിൻലി വെക്കുന്ന ഈ ഒരു സൈഡിൽ ഇങ്ങനത്തെ ഒരു DRLS ആണ് വെക്കുന്നത്. അതിന് ഇൻസ്പയർഡ് ആയിട്ട് നമ്മളും പിന്നെ ഇതിന്റെ ഇൻഡിക്കേറ്ററിലും ചെറിയ വ്യത്യാസമുണ്ട്. ഇതൊരു ഓവൽ ഷേപ്പ് പോലത്തെ ഒരു ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. നമുക്ക് ഫാഷന്റെ ഒക്കെ പോലത്തെ ചെറിയൊരു റൗണ്ട് ഷേപ്പിലാണ്. പിന്നെ അതുപോലെ തന്നെ മിറർ ഇച്ചിരി ഗ്ലോസി ആയിട്ട് ഇച്ചിരി പ്രീമിയം ലുക്കിലുള്ള മിറർ ബോഡി കളർ ആയിട്ടുണ്ട്. ഒരു ഗ്ലോസി ബോഡി കളർ പോലത്തെ ഇച്ചിരി പ്രീമിയം ആയിട്ടുള്ള ഒരു മിററാണ് വരുന്നത്. ഇതിന്റെ വരുമ്പോഴത്തേക്ക് ഒരു മാറ്റ് ഡിസൈനിലുള്ള പഴയ മോഡൽ ഡിസൈൻ തന്നെയാണ് ഇതിൽ വരുന്നത്. ഇതാണ് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ ആദ്യമുള്ള മെയിൻ ആയിട്ടുള്ള വ്യത്യാസം. ഇതിന്റെ സൈഡിൽ നിന്നുള്ള മാറ്റം, സൈഡിലേക്ക് മെയിൻ ആയിട്ട് വരുമ്പോൾ നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്ക് ഈ ഒരു സ്പ്ലെൻഡർ എസ്റ്റക്കിന്റെ ഫസ്റ്റ് വേർഷനിൽ വരുമ്പോൾ ഇവിടെ നമുക്ക് ചെറിയൊരു ഗ്യാപ്പ് കാര്യങ്ങളാണ് ഈ ഒരു മോഡലില്. ഈ ഒരു അതായത് നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ചെറിയൊരു ഗ്യാപ്പ് കാര്യങ്ങൾ വരുന്നുണ്ട്. പക്ഷെ നമുക്ക് സ്പ്ലെൻഡറിന്റെ പുതിയ മോഡലാകുമ്പോൾ 2.0 എന്ന് പറഞ്ഞ ഈ മോഡൽ വരുമ്പോഴത്തേക്ക് ഇവിടെ ഗ്യാപ്പ് ഒരു കവറിംഗ് ഉണ്ട്. ജസ്റ്റ് ഒരു കവറിംഗ് വെച്ചിട്ട് ആ ഒരു ഗ്യാപ്പ് നമ്മൾ ഫില്ലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇച്ചിരി കൂടെ ഒരു മോഡേൺ സെറ്റപ്പിലോട്ട് വണ്ടി വന്നിട്ടുണ്ടല്ലേ? അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു ഡിഫറൻസ്. സൈഡിലും ഗ്രാഫിക്സിലും ചെറിയ വേറെ മാറ്റങ്ങൾ. എഞ്ചിനിൽ നിന്ന് യാതൊരു മാറ്റമില്ല. സെയിം തന്നെയാണ്. ഇച്ചിരി ഒരു ഫ്യൂൽ എഫിഷ്യൻസ് കൂട്ടിയിട്ടുണ്ട് വണ്ടി. മൈലേജ് കാര്യങ്ങളൊക്കെ, ടയറും വീലും ഒക്കെ എല്ലാം പഴയ രീതി തന്നെ. ഡിസൈനിങ്ങിൽ ഇങ്ങനെ ചെറിയൊരു മീറ്ററിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ? മീറ്ററിൽ മെയിൻ ആയിട്ട് മാറ്റങ്ങളുണ്ട്. സെയിം മീറ്റർ തന്നെയാണ് വരണത്. അതായത് അതിന്റെ എസ്റ്റക് എന്ന് പറഞ്ഞ മോഡലും ഈ ഒരു എസ്റ്റക് 2.0 എന്ന് പറഞ്ഞ മോഡലും തമ്മിൽ മീറ്റർ കാര്യങ്ങളെല്ലാം സെയിം ആണ്. പിന്നെ ചെറിയ ഫീച്ചേഴ്സ് ഇൻബിൽറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളൂ. ഒന്ന് ഇവിടെ ഒരു എക്കോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരുന്നുണ്ട്. എക്കോ എന്ന് പറഞ്ഞ ഓപ്ഷൻ വരുമ്പോഴത്തേക്കും നമുക്ക് വണ്ടി റണ്ണിങ്ങില് ബെറ്റർ മൈലേജ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കൈ കൊടുക്കുന്നതിനനുസരിച്ച് ഇവിടെ എക്കോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. എക്കോ മോഡലാണ് നമ്മൾ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി ബെറ്റർ ആയിട്ട്. ഇതിന്റെ ഗിയറിന്റെ പൊസിഷൻസ് ഒക്കെ കാണിക്കുമോ? ഗിയർ ഇൻഡിക്കേഷൻ വരുന്നില്ല അല്ലേ? ഇതിന് ഓൾറെഡി നല്ല മൈലേജ് ഉള്ള വണ്ടിയല്ലേ? അത്യാവശ്യം നല്ല മൈലേജ് ഉള്ള വണ്ടിയാണ്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ എക്കോയുടെ ആ ഒരു ഓപ്ഷൻസ് കൂടെ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നോക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു നോക്കുന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ മൈലേജ് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. 75 to 80 റേഞ്ചാണ് നമ്മൾ പുതിയ മോഡൽ എന്ന് പറയുന്നത്. മൈലേജ് എന്ന് പറയുന്നത് മൈലേജ് ആണോ? അത് ഇപ്പം കസ്റ്റമേഴ്സ് തന്നെ ആയിട്ട് റിവ്യൂസിൽ മൈലേജ് ആണ് 80 വരെ അല്ലേ? 75 to 80 റേഞ്ച്. ഇതിലൊക്കെ കൂടുതൽ കിട്ടുന്നുണ്ട്.
എല്ലാവർക്കും ഓരോ രീതിക്കാണ് അവരുടെ യൂസ് ചെയ്യാൻ. അതായത് സാധാരണക്കാർക്ക് എപ്പോഴും അതായത് ഡെയിലി കമ്മ്യൂട്ടിങ്ങിന് ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും പറ്റിയ മോഡലാണ്. എങ്ങനെ പോയാലും 70 മുകളിൽ വണ്ടിക്ക് മൈലേജ്. വർഷങ്ങളുടെ ഒരു പാരമ്പര്യം ഉണ്ട് അല്ലെ? 33 വർഷത്തിൽ കൂടുതലായി സ്പ്ലെൻഡർ ഇപ്പം നിലവിൽ നമുക്ക്. ഞാനൊക്കെ ഓടിച്ച് പഠിച്ച വണ്ടിയായി സ്പ്ലെൻഡർ ബേസിക്കലി എടുക്കാം. അതുപോലെ തന്നെ വണ്ടി ഇപ്പം ഇച്ചിരി കൂടെ ഒരു സ്റ്റെബിലിറ്റി കൂട്ടാൻ ചില എന്തോ കാര്യങ്ങൾ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. സീറ്റിംഗിൽ അതായത് ഈ സീറ്റിന്റെ ലെങ്ത് ഇച്ചിരി കൂടെ കൂടുതലാണ്. ഇതിനെ വെച്ച് നോക്കുമ്പോൾ ഇച്ചിരി കൂടെ കൂടുതലാണ് ഈ വണ്ടിയുടെ സീറ്റിംഗ് പറഞ്ഞത്. ഇവിടെ ലെങ്ത് കൂടുതലുണ്ട്. നമുക്കൊരു 1 ഇഞ്ച് അടുത്ത് ലെങ്ത് കൂടുതൽ വരുന്നത് ഫാമിലി പർപ്പസിന് പറ്റിയ രീതിയിൽ. പിന്നെ മെയിൻ ആയിട്ടും വരുന്നത് പിന്നെ സ്വിച്ച് ക്വാളിറ്റീസിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. അതിന് പാസ് ലൈറ്റ് ഇൻബിൽട്ട് ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഡിമാൻഡ് ലൈറ്റ് വന്ന് ഹാലോജൻ ലൈറ്റ് വന്നിട്ടുണ്ട്. അതായത് സ്വിച്ച് ഗിയേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ഇതും വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും. ഇവിടെ പ്രീമിയം ലുക്കിലോട്ടാണ് ഇതിന്റെ സ്വിച്ച് ഗിയേഴ്സ് കാര്യങ്ങൾ. ഇത് പ്രീമിയം ആയിട്ടുള്ളൊരു സ്വിച്ച് ഗിയേഴ്സ് കാര്യങ്ങളാണ് വരുന്നത്. ഇതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് മനസ്സിലാവും നല്ല രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട് സ്വിച്ചില്. പിന്നെ മീറ്ററില് നമ്മൾ പറഞ്ഞു മീറ്ററിൽ വന്ന പോലെ എക്കോ മോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരുന്നുണ്ട്. ഇവിടെ ഒരു ചാർജിങ് പോയിന്റ് ആണെന്ന്. ചാർജിങ് പോയിന്റ് ആണ് അതിലുണ്ട്. ചാർജിങ് പോയിന്റ് ഒക്കെ നമുക്ക് 2 മോഡൽസ് തന്നെ വരുന്നുണ്ട്. പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു വ്യത്യാസം വന്നിരിക്കുന്നത് ബാക്കിലാണ്. അതായത് ബാക്കിൽ നമ്മുടെ ടെയിൽ ലൈറ്റിലെ വ്യത്യാസമുണ്ട്. ടെയിൽ ലൈറ്റ് നമുക്കൊരു എച്ച് ഷേപ്പിലോട്ടായിരിക്കും ഇതിന്റെ അല്ലേ? എച്ച് ടൈപ്പിലോട്ടാണ് ഇതിന്റെ ടെയിൽ ലൈറ്റ് വരുന്നത്. അതുപോലെ തന്നെ ഈ ബാക്കിലത്തെ ഈ സ്പേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതും മാറ്റിയിട്ടുണ്ട്. നമ്മുടെ ഈ ടെയിൽ പീസ് എന്നുള്ളത് അതും നമ്മുടെ പഴയ ഉപേക്ഷിച്ച് ഇച്ചിരിയുടെ ഒരു മോഡൽ ലുക്കിലോട്ട് മാറ്റിയിട്ടുണ്ട്. ബാക്കിലത്തെ ടെയിൽ പീസ് അതുകൊണ്ട് നമ്മുടെ ടെയിൽ ലൈറ്റ് മാറ്റിയിട്ടുണ്ട്. ഇൻഡിക്കേറ്റർ ഒരു ഓവൽ ഷേപ്പിലോട്ടായിട്ടുണ്ട്. ഇൻഡിക്കേറ്ററിൽ മാറ്റം തന്നെ നല്ലൊരു മാറ്റം, നല്ല മാറ്റമുണ്ട്. പിന്നെ അതുപോലെ നോക്കുവാണെങ്കിൽ എക്സോസ്റ്റിന് ചെറിയൊരു മാറ്റമുണ്ട്. എക്സോസ്റ്റിന്റെ ഡിസൈന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതൊരു റൗണ്ടഡ് ഷേപ്പിലായിട്ട് എക്സോസ്റ്റ് വരും. നമ്മുടെ പഴയ ഒരു മോഡലിന്റെ ഒക്കെ ഇങ്ങനെ ഒരു കുറ്റി പോലത്തെ ഒരു എക്സോസ്റ്റ് ആണ് വന്നിട്ടുണ്ട്. നേരത്തെ പഴയ മോഡലിന്റെ ആ ഒരു ഡിസൈനിലോട്ട് ഇത് വന്നിട്ടുണ്ട്. ഇതിന്റെ ഒരുമത്തിൽ ചെറിയൊരു ചെരിഞ്ഞിട്ടുള്ളൊരു ഷേപ്പാണ്. പിന്നെ പെർഫോമൻസിന്റെ കാര്യങ്ങളാണ് ഇച്ചിരി മാറ്റം. ഇച്ചിരി ബെറ്റർ ആയിട്ടുള്ളതാണ് 2.0 എന്ന് പറഞ്ഞ മോഡൽ. റിഫൈൻമെന്റ് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിനേക്കാളും കൂടുതൽ മൈലേജ് ഇത് ക്ലെയിം ചെയ്യുന്നുണ്ട്. ഇതൊരു 70-75 നമ്മൾ പറയുന്നതെന്നുണ്ടെങ്കിൽ ഒരു 75 to 80 റേഞ്ചിലോട്ട് വരുന്നുണ്ട്. ഒരു 5-6 കിലോമീറ്റർ കൂടുതൽ പ്രതീക്ഷിക്കാം. ഈ ഒരു വാഹനം നമുക്ക് ഡൗൺ പേയ്മെന്റ് എത്ര തരേണ്ടി വരും? ഡൗൺ പേയ്മെന്റ് നമുക്ക് വേണമെങ്കിൽ 5000 രൂപ റേഞ്ചിൽ വേണമെങ്കിൽ നമുക്ക് ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റും. അത് നമുക്ക് അതായത് പ്രൊഫൈൽ ബേസ് ആയിട്ട് നോക്കിയിട്ട് ഒരു 5000 അടച്ചാൽ തന്നെ നമുക്ക് ഡൗൺ പേയ്മെന്റിൽ വണ്ടി ഇറക്കാൻ പറ്റും. ഇത് ടോട്ടൽ ഓൺ റോഡ് പ്രൈസ് എത്രയാ? ഇത് വരുമ്പോൾ നമുക്ക് 1,03,000 രൂപ. 1,03,000 രൂപ ഓൺ റോഡ് വരും. ഇതിന് അത് വരുമ്പോഴത്തേക്കും 1 lakh. 3 രൂപയുടെ വ്യത്യാസം വരുമെന്ന് പറഞ്ഞിട്ട് അതിനകത്ത് ഇപ്പം സ്ട്രിപ്സ് കയറിയിട്ടുണ്ട്. കാരണം ഇതൊക്കെ കമ്പനി സെറ്റപ്പ് തന്നെ വന്നല്ലോ. കാരണം പുറത്തുനിന്ന് നമ്മൾ ചെയ്യണമെങ്കിൽ അതനുസരിച്ച് അഡീഷണൽ എമൗണ്ട് ആവുന്നുണ്ട്. അതുപോലെ തന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി 2 വണ്ടിക്കും വരുന്നുണ്ട്. 2 മോഡൽസിനും നമുക്ക് ബ്ലൂടൂത്ത് ഉണ്ട്. കോള് മെസ്സേജസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ കാണാൻ പറ്റും. അപ്പോൾ 3000 രൂപയുടെ ചേഞ്ചസ് ആണ്. 3000 ചേഞ്ചസ് ആണ് മെയിൻലി വന്നേക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ 3000 രൂപയ്ക്ക് വണ്ടിയുടെ ലുക്ക് ഓൾറെഡി വണ്ടിയിൽ തന്നെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന് ഏകദേശം ഒരു EMI കണക്കാക്കുവാണെങ്കിൽ എത്രയൊക്കെ വരുമായിരിക്കും? ഒരു 5000 ഒക്കെയാണ് ഡൗൺ പേയ്മെന്റ് അടയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കൊരു 4 രൂപ റേഞ്ചിൽ വരും. 4,500 റേഞ്ചിൽ അടവ് വരും. കൂടുതൽ ബെറ്റർ കൂടുതലായിട്ട് അടയ്ക്കുമ്പോൾ 10 രൂപ 15 രൂപ റേഞ്ചിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇറക്കാൻ പറ്റും. കൂടുതൽ അടയ്ക്കുന്നതായിരിക്കും ഏറ്റവും മാസം അടവ് കുറഞ്ഞിരിക്കാന്നുള്ളതാണല്ലോ. ഇതിന് ശരിക്കും എത്ര കളറുണ്ട്? ഇതിന് നമുക്ക് 3 കളേഴ്സാണ് വരുന്നത്. ഒന്ന് ഗ്ലോസി ബ്ലാക്ക് എന്ന് പറഞ്ഞ ഈ കളർ വരുന്നുണ്ട്. പിന്നെ ഒരു മാറ്റ് എന്ന് പറഞ്ഞ മോഡൽ കളർ. നല്ല ലുക്ക് ഉണ്ടല്ലേ? പുഴുക്കൻ ഡിസൈൻ പോലത്തെ ഒരു മാറ്റിലാണ് വന്നിരിക്കുന്നത്. ഒത്തിരി കെയർ ചെയ്യേണ്ടാത്തൊരു കളറാണ് മാറ്റ് എന്ന് പറയുന്നത്. ഗ്ലോസി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്തിരി കെയർ ചെയ്യണം. സ്ക്രാച്ചസ് കാര്യങ്ങൾ വീഴാണ്ടിരിക്കാനായിട്ട് നമ്മൾ ചെറിയ രീതിയിലൊന്ന് കെയർ ചെയ്യേണ്ടി വരും. മാറ്റിൽ നമുക്ക് അത്രയും കെയറിങ് വരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ തന്നെ ഗ്ലോസി റെഡ് എന്ന് പറഞ്ഞ കളറോട് വരും. ഗ്ലോസി റെഡ് അതായത് ബ്ലാക്ക് പോർഷൻസ് ഒക്കെ 3 കളറിലാണ് വരുന്നത്. ഡുവൽ ടോൺ ഒന്നും ഇല്ല, സിംഗിൾ ഒറ്റ കളർ. ഒറ്റ കളറും പിന്നെ അതിൽ ഗ്രാഫിക്സ് ആണ് മെയിൻ. ഗ്രാഫിക്സ് തന്നെ അല്ലേ? കുഴപ്പമില്ല, അത്യാവശ്യം. കാരണം ഇതിന്റെ ലുക്ക് ഉണ്ട് ഈ വണ്ടിക്ക്. ഇച്ചിരി കൂടെ ഒരു സ്റ്റാൻഡേർഡ് ലുക്ക്. ഇവിടുത്തെ ഇതൊക്കെ മാറി കഴിഞ്ഞപ്പോഴേ ഇതിനകത്തേക്ക് തന്നെ വന്നപ്പോ പിന്നെ ഇത് ഹാലജൻ മാറിയല്ലോ. ഹാലോജൻ മാറിയിട്ട് ഇത് LED ആയി. അപ്പൊ അതിന്റെ ഒരു വ്യത്യാസമുണ്ട്. നല്ല അത്യാവശ്യം നല്ല ഇലുമിനേഷൻ ടയറും കാര്യങ്ങളും ബാക്കിയല്ലോ ഈ ഒരു വാഹനം ബുക്ക് ചെയ്യുന്നതിനും അതുപോലെ ഇതിന്റെ മറ്റു ഡീറ്റെയിൽസ് ഒക്കെ അറിയുന്നതിനായിട്ട് നമുക്ക് ഈ ഷോറൂമിന്റെ എക്സിക്യൂട്ടീവിന്റെ നമ്പർ നമ്മൾ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് അതിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഏറ്റവും പുതിയ സ്പ്ലെൻഡർ ലോഞ്ചായി അതിന്റെ ജസ്റ്റ് വിശേഷങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പങ്കുവച്ചത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും ശ്രദ്ധിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.